ഡിസംബർ 6 ഡോക്ടർ ബി.ആർ. അംബേദ്കർ സ്മൃതി ദിനം. ജാതി അസമത്വം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്ന കാലത്ത് വിദ്യാഭ്യാസത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയിലൂടെ സാമൂഹ്യ അസമത്വങ്ങളെ തോൽപ്പിച്ച് അറിവാണ് ഏറ്റവും ശക്തമായ ആയുധമെന്ന് ഭാരതീയരെ ബോധ്യപ്പെടുത്തിയ മഹാത്മാവാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ജാതി അസമത്വങ്ങളെ ഉന്മൂലനം ചെയ്ത് മാനുഷിക മഹത്വത്തിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അക്ഷീണം പോരാടുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിക്കുകയും ചെയ്തു. ഓരോ വ്യക്തിക്കും അവരുടെ ജനനം പരിഗണിക്കാതെ സമത്വത്തോടും സ്വാതന്ത്ര്യത്തോടും സഹോദര്യത്തോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ഭാരതമാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. ഇന്ന് ഭാരതീയരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു രേഖയായ ഭാരത ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ദർശനമാണ്. 1891 ഏപ്രിൽ 14 രാംജി സക്പാൽ ഭീമാബായ് ദമ്പതികളുടെ 14ാമത്തെ മകനായിട്ടാണ് അംബേദ്കർ ജനിച്ചത്. പ്രേരണോജ്വലമായ 65 വർഷത്തെ ജീവിതത്തിന് ശേഷം 1956 ഡിസംബർ 6 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കൽ, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹികം എന്നീ രംഗങ്ങളിൽ മഹത്തായ സംഭാവനകൾ നൽകി. ആധുനിക ഭാരതത്തെ രൂപപ്പെടുത്തിയതിൽ മഹത്തായ പങ്കാളിത്തം വഹിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പ്രധാനപ്പെട്ട ചില വീക്ഷണങ്ങൾ. സാമൂഹ്യ നീതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ സാമൂഹിക സ്വാതന്ത്ര്യം നേടാത്തിടത്തോളം കാലം നിയമം നൽകുന്ന സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പ്രയോജനകരമല്ല. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് കാഴ്ചപ്പാടുകളുണ്ട്. സ്വഭാവവും വിനയവുമില്ലാത്ത വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യൻ ഒരു മൃഗത്തെക്കാൾ അപകടകാരിയാണ്. സമത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു: സ്ത്രീകൾ നേടിയ പുരോഗതിയുടെ തോത് കൊണ്ടാണ് ഞാൻ ഒരു സമൂഹത്തിന്റെ പുരോഗതിയെ അളക്കുന്നത്. സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ചങ്ങനയിലല്ലെങ്കിലും മനസ്സ് സ്വതന്ത്രമല്ലാത്തൊരു വ്യക്തി അടിമയാണ്, സ്വതന്ത്രനല്ല. ആത്മാഭിമാനത്തെക്കുറിച്ച് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി അതിന്റെ വ്യക്തികളുടെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കുന്നു. ആത്മാഭിമാനമില്ലെങ്കിൽ സ്വാതന്ത്ര്യം അപൂർണമാണ്. മതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇന്നും പ്രസക്തമാണ്. മനുഷ്യനെ മനുഷ്യനായി അംഗീകരിക്കാത്ത മതം മതമല്ല, രോഗമാണ്. ജനാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നിർവചനങ്ങളുണ്ട്. ജനാധിപത്യം കേവലം ഒരു ഗവൺമെന്റിന്റെ രൂപമല്ല, ഇത് പ്രാഥമികമായി ബന്ധപ്പെട്ട ജീവിത രീതിയാണ്, സംയോജിത ആശയവിനിമയ അനുഭവം. ഇത് അടിസ്ഥാനപരമായി സഹമനുഷ്യരോടുള്ള ബഹുമാനത്തിന്റെ മനോഭാവമാണ്. ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 69 സ്മൃതി വർഷങ്ങൾ കടന്നു പോകുമ്പോഴും രാജ്യം മുഴുവൻ ആദരിക്കപ്പെടുന്ന മഹത് വ്യക്തിത്വമായി അദ്ദേഹം രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്നു.